പാണ്ഡവരിൽ ഒരാളായ ഭീമൻ നിർമ്മിച്ച കുളം മഹാഭാരതത്തിന്റെയും മറ്റ് ഇതിഹാസങ്ങളുടെയും ശേഷിപ്പുകൾ നമുക്ക് പല സ്ഥലത്തായി കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സ്ഥലമാണ് പരാശർ തടാകം. ഈ തടാകത്തിന് പുരാണവുമായി ഒരുപാട് ബന്ധമുണ്ട്. ഈ ബന്ധം മാത്രമല്ല ഈ തടാകത്തിന്റെ പ്രത്യേകത. ഈ തടാകം ഭൂമിയെ തന്നെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. അതുകൂടാതെ ഹോളോമിറ്റിക് ലോക്ക് എന്ന അത്ഭുത പ്രതിഭാസവും ഈ തടാകത്തിലുണ്ട്. ഈ തടാകത്തിന്റെ ആഴം ആരെ കൊണ്ടും അളക്കാൻ പറ്റില്ല. പക്ഷെ അതിന് ശ്രമിച്ചവരുണ്ടായിരുന്നു. അവർക്ക് എന്തു പറ്റി അറിയാം. ഭീമൻ നിർമ്മിച്ച അത്ഭുത തടാകത്തിന്റെ പ്രത്യേകതകൾ. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് പാണ്ഡവർ മടങ്ങുവഴി ഈ പ്രദേശത്തെത്തുകയും അപ്പോൾ പാണ്ഡവരുടെ കൂടെ ഉണ്ടായിരുന്ന യക്ഷന്മാരുടെ രാജാവായ കമ്രുനാഗിന് ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെടുകയും ഇവിടെ താമസിക്കാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ ജലത്തിന്റെ ദൗർലഭ്യം മൂലം പാണ്ഡവരിലെ ശക്തനായ ഭീമൻ തന്റെ കൈമുട്ട് വെച്ച് ഭൂമിയിൽ ഇടിച്ചാണ് ഈ കുളം ഇവിടെ സൃഷ്ടിച്ചത് എന്നാണ് വിശ്വാസം. ഈ തടാകം ഭൂമിയെ പ്രതിദാനം ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ കാരണം ഭൂമിയിൽ 79% വെള്ളവും 21% കരയുമാണ്. അതേപോലെ തന്നെയാണ് ഈ തടാകവും. ഈ തടാകത്തിന്റെ ഉള്ളിൽ നമുക്കൊരു കര കാണാൻ സാധിക്കും. ഈ കരഭാഗം ഈ തടാകത്തെ മുഴുവനായി ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഈസ്റ്റ് ടു വെസ്റ്റ് എന്ന രീതിയിലാണ് ഈ കരഭാഗത്തിന്റെ കറക്കം. ഭൂമിയുടെ കറക്കവും ഇതേ ദിശയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തടാകം ഭൂമിയെ പ്രതിദാനം ചെയ്യുന്നുവെന്ന് പറയുന്നത്. അതുകൂടാതെ ഫ്ലോട്ടിംഗ് ഐലാൻഡ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഈ തടാകത്തിന്റെ ആഴം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവിടെ പ്രാദേശിക വിശ്വാസം അനുസരിച്ച് ഈ തടാകത്തിന്റെ ആഴം അളക്കുവാനോ കണ്ടെത്തുവാനോ സാധിക്കില്ല. ഒരിക്കൽ കൊടുങ്കാറ്റിൽ സമീപത്തുള്ള മരങ്ങൾ ഈ തടാകത്തിലേക്ക് പതിക്കുകയും ആ മരങ്ങളുടെ ഒരു തുമ്പ് പോലും കാണുവാൻ സാധിക്കാത്ത വിധം ആ മരങ്ങൾ ഈ തടാകത്തിന്റെ ആഴങ്ങളിലേക്ക് താണ് മറഞ്ഞുപോയി എന്നുമാണ് വിശ്വാസം. എന്നാൽ ഒരിക്കൽ ഈ തടാകത്തിന്റെ ആഴമളക്കുവാൻ ശ്രമിച്ച ജർമ്മൻ ഡൈവേഴ്സ് ഒരുപാട് ശ്രമിക്കുകയും അവസാനം അവർ തോൽവി സമ്മതിക്കുകയും അവർ ഈ ശ്രമത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു അത്രേ. ഈ തടാകത്തിന്റെ മറ്റൊരു അത്ഭുത പ്രതിഭാസമാണ് ഹോളോമിറ്റിക് ലോക്ക് എന്ന പ്രതിഭാസം. അതായത് വർഷത്തിൽ ഒരു പ്രത്യേക സമയത്ത് ഈ തടാകത്തിലെ ഏറ്റവും ഉപരിതലത്തിൽ നിന്നും താഴെ വരെ, അതായത് അളക്കുവാൻ പറ്റുന്നത്ര ആഴം വരെ ഒരേ തരത്തിലുള്ള സാന്ദ്രതയും ചൂടുമായിരിക്കും ഇവിടെയുള്ള ജലത്തിന്. ഇതൊരു അത്ഭുതമായി ഇന്നും തുടരുന്നുണ്ട്. ഈ തടാകത്തിന് പരശാര തടാകം എന്ന പേര് വരാനുണ്ടായ കഥ ഇങ്ങനെയാണ്. ഈ തടാകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നാണ് പരശര മഹർഷിയുമായി ബന്ധപ്പെട്ട കഥ. അദ്ദേഹം ഈ തടാകത്തിന്റെ കരയിൽ ഇരുന്നാണ് തപസ് ചെയ്തത്. കാലക്രമേണ ഇവിടം പരശാർ തടാകം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. പ്രഷാർ ലേക്കും എന്ന് അറിയപ്പെടാറുണ്ട്. ഈ ഒരു ഐതിഹ്യമാണ് ഈ തടാകത്തിന് ഇങ്ങനൊരു പേര് വരാനുണ്ടായതെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ വിശ്വസിക്കുന്നത്. അതുകൂടാതെ ഈ തടാകത്തിന് എന്നും വിശുദ്ധ തടാകത്തിൻ്റെ ഒരു പരിവേഷമുണ്ട്. കാരണം മുകളിൽ പറഞ്ഞ ഐതിഹ്യങ്ങളും കഥകളുമാണ് അതിന് പ്രധാന കാരണം. ഈ തടാകത്തിലേക്ക് പ്രദേശവാസികൾക്കും സഞ്ചാരികൾക്കും വിശ്വാസികൾക്കും പ്രവേശനമില്ല. ആകെ ഈ തടാകത്തിലേക്ക് പ്രവേശനമുള്ളത് ഈ തടാകത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലെ പൂജാരികൾക്ക് മാത്രമാണ്. അതും പൂജാവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണ് ഈ തടാകത്തിലേക്ക് അവർക്കും പ്രവേശനത്തിന് അനുമതിയുള്ളത്. ഈ തടാകത്തിന്റെ സമീപത്തായി പരശര മഹർഷിക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. അതിമനോഹരമായൊരു ക്ഷേത്രം. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രം ബാൻസാൻ രാജാവാണ് നിർമ്മിച്ചത് എന്നാണ് ചരിത്രം. എന്നാൽ ഒരു ബാലൻ ഒറ്റമരത്തിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്നൊരു വിശ്വാസവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശത്തിന്റെ തനതായ വാസ്തുവിദ്യ അനുസരിച്ച് പഗോഡ രീതിയിൽ 3 തട്ടുകളിലായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ആഘോഷിക്കുന്ന ശരണാഹൂലി എന്ന മേള ഇവിടുത്തെ മറ്റൊരു ആകർഷണീയതയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2730 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം വിശ്വാസികൾക്ക് മാത്രം പ്രിയപ്പെട്ടതല്ല, സഞ്ചാരികൾക്കും ഈ തടാകം പ്രിയപ്പെട്ടതാണ്. അതിന് കാരണം അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഷിംല, കിന്നൌർ, റൊത്താങ് പാസ്, ദൗലധർ പർവ്വതനിരകൾ തുടങ്ങിയ സ്ഥലങ്ങളുടെ അതിമനോഹരമായ മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന കാഴ്ചകൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ ചുറ്റിലുമൊഴുകുന്ന ബിയാസ് നദിയും ഈ പ്രദേശത്തിന് പ്രത്യേക ഭംഗി കൂട്ടുകയും ചെയ്യുന്നു. അതുകൂടാതെ ഇവിടെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന പല പ്രകൃതിക്ഷോഭങ്ങളും ഈ ഒരു തടാകത്തെ ബാധിച്ചിട്ടില്ല. ഇതൊക്കെ ദൈവികമായ ഒരു കാര്യങ്ങളായിട്ടാണ് ഇവിടെയുള്ളവർ കണക്കാക്കുന്നത്. ഭീമൻ നിർമ്മിച്ച ഈ കുളം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നന്ദി.